ഇന്ന് നമ്മൾ കറി വെക്കുന്നത് പാവയ്ക്കായും ഉണക്കമീനും കൂടെ തോരനാണ്. അതിനു വേണ്ടി ഇവിടെ ഞാൻ 2 വെള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 10-20 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5-6 പച്ചമുളക്, ഒരു നുള്ളി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഉണക്കമീൻ, മുള്ളില്ലാത്ത സ്രാവ് മീൻ. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് 10 മിനിറ്റ് ഉപ്പ് കളഞ്ഞെടുക്കുക കേട്ടോ. മുള്ളില്ലാത്ത മീൻ എടുക്കണേ. പിന്നെ കുറച്ച് തേങ്ങ. പാവയ്ക്ക് കയ്പ്പല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ കയ്പ്പൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. എൻ്റെ അമ്മച്ചി ഞങ്ങൾക്ക് എൻ്റെ ഓർമ്മ വെച്ച് നാൾ മുതൽ അമ്മച്ചി കറി വെക്കുന്ന അമ്മയുടെ ഒരു ഇഷ്ടപ്പെട്ട കറി ഏതോ പാവയ്ക്കായും ഉണക്കമീൻ തോരനും. മുള്ളില്ലാത്ത മീൻ വേണം കേട്ടോ, അത് പ്രത്യേകം ഓർക്കണേ. വിചാരിക്കും പാവയ്ക്കായ്ക്ക് ഭയങ്കര കയ്പ്പാണല്ലോ എന്ന് വിചാരിക്കുക. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ അവസാനം പാവയ്ക്ക അരിഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ. പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ട് ഉടനെ തന്നെ അടുപ്പത്ത് വെച്ച് കറി വെക്കണം, അപ്പോൾ വലിയ കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ആദ്യമേ തന്നെ പാവയ്ക്ക അരിഞ്ഞ് വെക്കരുത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് പാവയ്ക്ക അരിഞ്ഞ് വെക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറി അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മീനും കൂടെ ചേർത്ത് കൊടുക്കാതെ ഉണക്കമീൻ വെച്ച് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ആ കാര്യം പ്രത്യേകം വെക്കണം, പച്ചമീനല്ല കേട്ടോ. ഉണക്ക പ്രാവോ തിരണ്ടോ എന്തായാലും കുഴപ്പമില്ല, മുള്ളില്ലാത്ത മീനായിരിക്കണം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പുനീര്. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, ഇച്ചിരി മഞ്ഞച്ചിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. അതിൽ ഉപ്പുനീരുണ്ടാവും, പിന്നെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ആവിവെള്ളം വീഴും. അത്രയും മതി കേട്ടോ. ചെറു തീയിൽ സാവധാനം വെന്ത് വരണം. പാവയ്ക്കാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മീനിന് ഉപ്പുള്ള കാര്യം മറന്നു പോയല്ലോ കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. കറി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിൻ്റെ അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. കണ്ടോ, മീനിന് കുറച്ച് വേവുണ്ടാവുമല്ലോ, അപ്പോൾ ഈ എപ്പോഴും കുറച്ച് വെച്ച് കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു തോരൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ 1 സ്പൂൺ പോലും വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പുനീര് മാത്രമല്ലേ ഒഴിച്ച് കൊടുക്കുക. ആ തേങ്ങയിൽ നിന്നും പാവയ്ക്കയിൽ നിന്നും ചുവന്നുള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളം ഉണ്ടല്ലോ. പിന്നെ മീനിനകത്തും ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഉണക്കമീനാണെങ്കിൽ. അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ ആ വെള്ളം കൂടെ വീണ് കഴിയുമ്പം ഇത് വേകാനുള്ള വെള്ളമാവും കേട്ടോ. മൂടി വയ്ക്കാം. ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. അതിന് മുമ്പ് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ട് കേട്ടോ, ഇനി വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയിട്ടോ. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പാവയ്ക്കായും മീനും തോരൻ വെച്ച് നോക്കണം കേട്ടോ. പാവയ്ക്ക മീൻ കറി വെന്ത് കഴിഞ്ഞ ശേഷമില്ലേ
അതിൽ കുറച്ച് ജലാംശം ബാക്കിയുണ്ടാവും. അതൊന്ന് വറ്റി പോകാനായിട്ട് അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള ബാക്കിയുള്ള നീരാവിയും ജലാംശം എല്ലാം വറ്റിപ്പൊക്കോളും. അപ്പോൾ എല്ലാവരും പാവയ്ക്ക ഒന്ന് ഇങ്ങനെ മീനിട്ട് തോരൻ വെക്കണേ. മീൻ വലിയ കഷ്ണമായിട്ടും അരിഞ്ഞ് ചേർക്കട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെന്ന് മാത്രം കേട്ടോ. വലിയ കഷ്ണം ആക്കേണ്ടവർക്ക് വലിയ കഷ്ണമായിട്ടും ചേർക്കാം കേട്ടോ.